ചെറിയ പ്രായത്തിൽ AMH അഥവാ ആൻറ്റി മുള്ളറിയൻ ഹോർമോൺ കുറഞ്ഞു വരാനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പ്രായം കൂടുന്തോറും അണ്ടത്തിൻ്റെ എണ്ണം കുറയും, അതിനാൽ തന്നെ ആൻറ്റി മുള്ളറിയൻ ഹോർമോൺ കുറഞ്ഞു വരുമെന്നാണല്ലോ. ഇന്നത്തെ കാലത്ത് ക്ലിനിക്കിൽ വരുന്ന 20-നും 25-നും ഇടയിലുള്ള പല പെൺകുട്ടികൾക്കും AMH വളരെ കുറവായി കാണുന്നത് ഒരു സാധാരണ കാഴ്ചയാണെന്ന്. എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ അണ്ടത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. AMH കുറയുന്നത് ഒരു അസുഖമായി കണക്കാക്കേണ്ടതില്ല. ചിലപ്പോൾ അത് ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികമായ മാറ്റം മാത്രമാകാം. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ യങ് ഏജിൽ AMH കുറഞ്ഞു കാണുകയാണെങ്കിൽ നമ്മളത് ഗൗരവമായി തന്നെ കണക്കാക്കേണ്ടതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ AMHൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കാൻ പ്രധാനപ്പെട്ട കാരണവും ഒന്നാമത്തെ കാരണവും ജനിതകപരമാണ്. ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ അണ്ടത്തിൻ്റെ എണ്ണം കുറവായിരിക്കും. നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിമാർക്കോ അമ്മായിമാർക്കോ ആർക്കെങ്കിലും നേരത്തെ തന്നെ ആർത്തവവിരാമം സംഭവിച്ചവരാണെങ്കിൽ, അതായത് മെനോപോസ് ആയവരാണെങ്കിൽ നിങ്ങൾക്കും ഈ റിസ്ക് ഉണ്ട്. അതിനാൽ AMH കുറയുന്നത് നിങ്ങളുടെ ഒരു പാരമ്പര്യമായി കണക്കാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാരണം ലൈഫ് സ്റ്റൈലാണ്. ഉറക്കമില്ലായ്മ, കൂടാതെ നിരന്തരമായ സ്ട്രെസ്, ടെൻഷൻ, അതുപോലെ തന്നെ സ്ഥിരമായി ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതും നിങ്ങളുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഓവറിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. എങ്ങനെയാണ് സ്ട്രെസ്സും ഉറക്കക്കുറവും നിങ്ങളുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതെന്നും AMHനെ ബാധിക്കുന്നതെന്നും അടുത്ത വീഡിയോകളിൽ പ്രതിപാദിക്കാം. മൂന്നാമതായി, എൻഡോമെട്രിയോസിസ് പോലെ ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങൾ, മുൻപ് നടത്തിയിട്ടുള്ള സർജറികൾ, ലാപ്രോസ്കോപ്പികൾ അണ്ടങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടാവാം. അതും AMH കുറയാൻ ഒരു കാരണമായി കണ്ടുവരാറുണ്ട്. നാലാമതായി, ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ശരീരം തന്നെ ശരീരത്തിനെതിരായി പ്രവർത്തിക്കുന്ന അവസ്ഥയാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അതും അണ്ടങ്ങളുടെ എണ്ണം കുറയാൻ ഒരു കാരണമായിട്ട് തീരാറുണ്ട്. അഞ്ചാമതായി, ചിലപ്പോൾ കൃത്യമായ കാരണങ്ങളില്ലാതെയും ലോ AMH കണ്ടുവരാം. അങ്ങനെയുള്ളവരെ നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ലോ AMH എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല കേട്ടോ. ലോ AMH എന്നാൽ എല്ലാം വൈകിപ്പോയി, എല്ലാം അവസാനിച്ചു, ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നല്ല അർത്ഥം. ഇതൊരു ഏർലി വാർണിംഗ് സൈൻ മാത്രമാണ്. പാനിക്കാവുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഒരു ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ നടത്തുക. ശരിയായ ചികിത്സയിലൂടെയും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയും അണ്ടത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക. അതാണ് വിജയത്തിലേക്കുള്ള വഴി.